പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മള് ഓഫ് റോഡിങ്ങിന് പോകാൻ പോവാണ്. കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ്റെ ഉള്ളില്. അപ്പോ നമ്മുടെ ഓഫ് റോഡിന് പോകാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഓഫ് റോഡിന്റെ വണ്ടി നമ്മള് ഓഫ് റോഡിങ്ങിന് പോകാൻ വേണ്ടിയുള്ള വണ്ടി നമ്മള് വേറെ സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വണ്ടി കിടപ്പുണ്ട്. റെന്റിനാണ് നമ്മൾ ആ വണ്ടി എടുക്കണേ. അപ്പൊ ആ വണ്ടി അടിപൊളിയാണെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാം നമുക്ക്. അപ്പൊ സാധനം എന്തേ കിടക്കുന്നത് ഇവിടെയാണ്, വെഹിക്കിൾ ഇമ്പൗണ്ട് ഉള്ളിലാണ്. അപ്പൊ എന്താ പറയാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അത് റെന്റ് എടുക്കുന്ന സ്ഥലമാണ്. നമുക്ക് അവിടെ പോയി വണ്ടീന്റെ സ്ഥലത്ത് പോയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടി ഇതാണ്. നമ്മുടെ മറ്റേ വണ്ടി നമ്മുടെ റെന്റുകാരൻ്റെ കൊടുത്തു സൂക്ഷിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. വണ്ടി നോക്കിയ ഗൈസ്, ഏതാ ടൈപ്പ് വണ്ടിയില്ലേ, അതിന്റെ ഉള്ളു നോക്കിയോടാ മോനെ. നമുക്ക് എന്തായാലും വണ്ടി പുറത്തേക്ക് ഇട്ട് ഇറക്കാം. അപ്പൊ എന്നിട്ട് നമുക്ക് വണ്ടി ഒന്ന് സൂക്ഷിച്ച് നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ. അയ്യോ, വണ്ടിന്ന് ഇറങ്ങല്ലേ. നമുക്കപ്പോ വണ്ടി പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമ്മുടെ സ്വന്തം കാർ നമ്മള് ഫ്രാങ്ക്ലിൻ്റെ അല്ല നമ്മുടെ റെന്റിന്റെ ആളുടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പേടിക്കാന്നില്ല. ആളെ എപ്പോഴാണ് നമ്മള് വണ്ടി തിരിച്ചു കൊടുക്കുമ്പോ ആള് തെറിച്ച് തരാൻ തന്നെ. എന്റെ മോനെ, വണ്ടിയുടെ ശബ്ദം നോക്കിയ മൊട്ട വണ്ടിയൊന്നും ഒന്നുമില്ല ഇതിന്റെ ഫ്രണ്ട്. നമുക്ക് വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചരാം. എവിടെയെങ്കിലും കൊണ്ട് എടുത്തത് ഞാൻ അത് മഴ പെയ്യാത്ത സ്ഥലത്ത് കൊണ്ടിടാം. ഓക്കെ. അയ്യോ, ഇവിടെ കൊണ്ട് ഇടാം, വലിയ കുഴപ്പമൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ അല്ലേ. നമുക്ക് ഇതിന്റെ മേലെ കയറ്റിടാം. ഓക്കെ ഓക്കെ. വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. മാസീവ് വണ്ടിയാണ്, നല്ല ഭയങ്കര സൈസ് വണ്ടിയാണ്. ഇത് നല്ല സസ്പെൻഷനും ഉണ്ട്, ഏറ്റപ്പ വണ്ടിയാണ്. അപ്പൊ ഇതും കണ്ടാണ് നമ്മൾ ഓഫ് റോഡ് പോണത്. ഓഫ് റോഡ് പോണ സ്പോട്ട് എന്ന് പറയുമ്പോ എന്തായാലും ഒരു അഡ്വെഞ്ചറസ് ആവും എന്റെ പൊന്നോ. ഇത് പൊളിക്കും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. വണ്ടിയുടെ ഉള്ളിൽ ഞാൻ കാണിച്ചില്ലല്ലോ. വണ്ടിയുടെ ഉള്ളിൽ കാണിച്ചാം. എന്തായാലും ഞാൻ ഇപ്പൊ കാണിക്കാം. വണ്ടിയുടെ ഉള്ളില് കണ്ടോ, ഇതാണ് വണ്ടിയുടെ ഉള്ളു മോനെ. പവർ വണ്ടിട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോകാൻ ഇങ്ങോട്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാൻ. എന്നിട്ട് എന്താ പറയാ, അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അവിടെ പോയിട്ട് കാണണോ? അത് ശരി. അപ്പൊ ഗൈസ് നമുക്ക് അവിടെ മേലെ തന്നെ നമ്മള് അത്യാവശ്യം ഓഫ് റോഡ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് കാണാം ഗൈസ്. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ഓക്കെ, ബൈ ബൈ ഗൈസ്. അപ്പൊ ഗൈസ് ഏകദേശം അവിടെ ഓഫ് റോഡ് റൂട്ട് എത്താറായി. പിന്നീട് ഞാൻ ആലോചിച്ചത് ഏകദേശം അമ്പറിവിന്റെ പോലെ നോക്കിയോ നോക്കിക്കോ. ഇതിന്റെ ആ ഒരു പവർ ബാങ്ക് നോക്കിക്കോ. അമ്പറിവിന്റെ ആ ഒരു പവറും എല്ലാരും ഇതുണ്ട്. ആ ഹൈറ്റും സസ്പെൻഷനും അല്ലേ അങ്ങനെ ഇട്ട് കാണും. കൺട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്രയും നല്ലതല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. എത്ര റോങ് വേ ഈ സ്ഥലത്ത് ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകണം. അങ്ങോട്ട് പോകണം. ഓ, ഇവിടം തൊട്ടൊരു ഓഫ് റോഡ് റൂട്ട് സ്റ്റാർട്ടായി. മക്കളെ പൊന്നെ, കൺട്രോളിംഗ് ഒക്കെ ഉണ്ട്. തിരിക്കുമ്പോ അങ്ങോട്ട് വരുന്നില്ല. എന്നാലും കുഴപ്പം, അത് ഇത്ര വലിയ വണ്ടിയല്ല, അതുകൊണ്ട് ചെറിയൊരു മുഷ്കിലൊക്കെ ഉണ്ടാവും. അതങ്ങനെയാണല്ലോ, ഒരു വലിയ വണ്ടി എന്ന് പറയുമ്പോ അത് ഓടിക്കാൻ ഇത്തിരി പാടായി. കൺട്രോളിംഗ് ഒന്നും അത്ര കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. സാധാരണ അതായത് ഇത് വലിയ വണ്ടിയാണ്, എന്തായാലും നല്ലൊരു കൺട്രോളിംഗ് പ്രശ്നം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഈ വണ്ടി നല്ല പവർ കൂടിയതുകൊണ്ട് ഇത്തിരി കൺട്രോളിംഗ് കുറവായിരിക്കും. വലിയ വണ്ടിയാണ്, പവർ കൂടുതലാണ്. അപ്പോൾ ബ്രോ
ബ്രോ ബ്രോ. അപ്പോ റിയൽ എക്സ്ട്രീം ഓഫ് റോഡിങ് വഴി ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് കാണാം. എനിക്കൊന്നും കാണില്ല, നമുക്ക് ക്യാമറ പൊസിഷൻ മാറ്റാം. ഓക്കെ, കേറിക്കോ കേറിക്കോ കേറിക്കോ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളിലോട്ടാക്കാം ക്യാമറ പൊസിഷൻ. ഇവിടെ ഇരുന്ന നല്ല ആടാടാ മോനെ. കുട്ടാ പൊക്കോ മോനെ. നമുക്ക് അവർക്ക് പോവാൻ പോട്ടെ. അവർ പൊക്കോട്ടെ, അവരെ പോക്കട്ടെ. അവർ പോക്കട്ടെ. നമ്മൾ അവരെന്തിനാ ശല്യപ്പെടുത്തുന്നത്? നമ്മൾ അടുത്ത വീഡിയോയില് നമ്മള് റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പോകുന്നത്. നമ്മള് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് GTA5ന്റെ ഇത് ഇവിടെ വെച്ച് നിർത്താണെന്നാണ്. പക്ഷെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, എനിക്ക് ഇത്ര ഡിലേ വരാൻ കാരണം എനിക്കിപ്പോ ജലദോഷം, ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ. അപ്പൊ പോലും എനിക്ക് GTA5ന്റെ പിന്നെ സ്കൂളിലെ ഹോംവർക്ക് ഒക്കെ കൂടി എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എനിക്ക് GTA5ന്റെ തന്നെ ഈ നോർമൽ വീഡിയോസ് ഇടാൻ പറ്റണില്ല. അപ്പൊ നിങ്ങളെന്താ പറയാ, ഇതിന്റെ കാര്യം ആലോചിച്ചൊക്കെ എന്താ പറയാ, വേറെ ഗെയിം എടുക്കണം, നോക്കണം, അതില് കണ്ടന്റ് നോക്കണം. പക്ഷെ GTA5 ആവുമ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല. GTA5 എന്ന് പറയുമ്പോൾ കുറെ കണ്ടന്റ് നമുക്ക് ഒരു ഗെയിമിൽ കിട്ടും, മനസ്സിലായോ? അത്രേ ഉള്ളൂ, അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. നമ്മൾ എക്സ്ട്രീം ഓഫ് റോഡ് വഴിയാണ്. വണ്ടി സുഖമായിട്ട് കയറിപ്പോണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാം, ക്യാമറ പൊസിഷൻ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എനിക്കൊന്നും കാണാൻ പറ്റില്ല. അല്ലേ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടാവില്ലതും ഇല്ലല്ലോ. നമുക്ക് ക്യാമറ പൊസിഷൻ മാറ്റാം, അതാണ് നല്ലത്. ഇതിപ്പോ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, വണ്ടി ഏത് വഴിക്കോടെ പോണെങ്ങനെ പോണെന്നൊക്കെ അല്ലേ. തീയൊക്കെ പൊട്ടലുണ്ട്, അതൊക്കെ പിന്നെ അറിയാലോ. നമുക്ക് മേലെ പോയിട്ട് നല്ലൊരു വ്യൂ ആട്ടോ മേലെ. ഓ വണ്ടി പറക്കുക കേട്ടാ. ഈ വണ്ടിക്ക് 4 വീൽ ഡ്രൈവ് ആണോ എന്ന് എനിക്ക് തോന്നണം. പിന്നെ ഈ വണ്ടി റെന്റ് എടുത്തതാണ്. തിരിച്ചു കൊടുക്കുമ്പോ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. കാരണം റെന്റിന് എടുത്ത വണ്ടി അറിയാലോ ഗൈസ്, റെന്റിന് എടുത്ത വണ്ടി അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. കാരണം അവരുടെ വണ്ടിയല്ല നമ്മൾ റെന്റിന് എടുത്തത്. പോയി പ്ലീസ്. ഓ വണ്ടി പോയില്ല, ഭാഗ്യം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പോയില്ല. പോയാ പെട്ടു, പിന്നെ കണ്ടന്റും പോയി, എല്ലാം പോയി. പിന്നെ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ എന്തായാലും ഓഫ് റോഡിങ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു നോക്കും. കാരണം കൊക്കയാണ് ഇത് അങ്ങോട്ട്, കണ്ട കൊക്കയാണ് ഫുള്ള്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടു. അതുകൊണ്ട് നമുക്ക് പതുക്കെ പോവാൻ. എന്തായാലും സ്പീഡിൽ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. വരുമ്പോ പിന്നെ എന്തായാലും നമ്മൾ സ്പീഡിൽ കയറും. അത് നമ്മൾ ബ്രേക്ക് പിടിച്ച് വെച്ച് പോകണം. കാരണം വണ്ടി ഇറക്കല്ലേ, ഇറക്കത്തില് ഇത് വണ്ടി പോവാത്ത. ഇവിടെയൊക്കെ സൂക്ഷിച്ച് പോകണം. സൈഡിലേക്ക് കണ്ടില്ലേ നിങ്ങള്? കണ്ട ഈ വണ്ടി ഭയങ്കര കൺട്രോളിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പവറും ഫുള്ളാണ്, വലിയ വണ്ടിയാണ്. അപ്പൊ അത് കൺട്രോളിങ്ങിന് ചെറിയൊരു പ്രോബ്ലം വരും. എത്താറായി ഗൈസ്, അവിടെ എത്താറായി. എന്റെ പൊന്നേ, ഒരു സെറ്റപ്പ് റൈഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഈ വണ്ടി അടിപൊളിയാണ് ഗൈസ്. ഇതിപ്പോ ഞാൻ റെന്റിന് എടുത്തിക്കണ അതാണ്. ഓ റെന്റിന് എടുത്തിക്കണ അതാണ്. ഇത് സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? എന്നാൽ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാൻ കൊണ്ട് വാങ്ങിക്കാൻ നമുക്ക് നമ്മുടെ പൈസയിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇതിങ്ങോട്ട് വാങ്ങിക്കാം. ഇപ്പൊ ഞാനിത് റെന്റിന് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാം, നമ്മൾ നോ പ്രോബ്ലം. അയ്യോ ബ്രോ എടാ ഇവൻ പോണം ചെയ്തിപ്പോ ഇടങ്ങാറാക്കല്ലേ മനുഷ്യ. സ്ഥലം എത്തി, സ്ഥലം ഇപ്പൊ വേ പോയിന്റ് ഒക്കെ കഴിഞ്ഞു. കാരണം സ്ഥലത്ത് ഇറങ്ങി. കാരണം ഇനി നമ്മൾ നമ്മുടെ വഴി കൊടുക്കണം. അതായത് നമ്മൾ വണ്ടി വിലക്ക് കയറ്റണം. വഴി എന്നൊക്കെ പറയുന്നത് ഈ വഴിയാണ് മോനെ, കയറ്റേണ്ട വഴി. ഇതിലെ വഴി നോക്ക നിങ്ങള്, വഴി ഇത് കണ്ട 6 വഴി. റെന്റിനെടുത്ത വണ്ടിയാണ്. എന്റെ വണ്ടി
ഓട്ടാ മോനെ. മേലെത്തി. അങ്ങനെ മിഷൻ കംപ്ലീറ്റഡ് ഗൈസ്. നമ്മളെ ഈ വണ്ടിയിൽ അങ്ങനെ മേലെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടി കൊണ്ട് സൈഡിലോട്ടൊന്ന് പോയാലോ? ഓക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. പതുക്കെ മോനുസേ, പതുക്കെ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട, അത് ഡേഞ്ചറാണ് അവിടെ. ഓക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് എന്നിട്ട് നമുക്ക് വ്യൂ കാണാം. നമുക്ക് വണ്ടി അങ്ങോട്ട് ഒതുക്കിടാം. ഓക്കെ. അയ്യോ, വണ്ടി ഇടിക്കും. ഓക്കെ, ഇവിടെ ഒതുക്കിടാം. ഏട്ടാ, നമ്മളപ്പോ ഇവിടെ ആ വ്യൂ കണ്ട ഗൈസ്? കട്ടലാണ് ഇങ്ങോട്ട്. ഫുള്ള് കട്ടലാണ് ഇത് ഇവിടെ. വണ്ടി പവറേഷ് വണ്ടിയാട്ടാ. പക്ഷേ ഇത് നോക്കിയേ, നമ്മൾ എത്ര ഹൈറ്റിലാന്ന് നോക്ക്. ലോസ് ആഞ്ചൽസ് നമ്മുടെ വീടിന്റെ ആ ഒരു സ്ഥലമാണ് താഴെ. കണ്ടാ, ഇതാണ് താഴെ. നമ്മൾ ഇത്ര ഹൈറ്റില് ഈ വണ്ടി കൊണ്ട് വന്ന ഏതാല്ലേ വൈപ്പ്. നമുക്ക് ഇനി ഇത്തിരി നേരം ഇവിടെ ഒക്കെ നിക്കാം. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് പോവാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് കുറെ നേരം കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ നമ്മളിവിടെ നിന്നു. നമുക്കപ്പൊ ഇനി വീട്ടിൽ പോവാം വണ്ടിയും കൊണ്ട്. ഇവിടെ നിന്ന് തിരിക്കണം, അതൊരു വലിയ അടങ്ങാറാണ്. പതുക്കെ തിരിക്കണം. ഓക്കെ, തിരിച്ചു. യെസ്, മിഷൻ കംപ്ലീറ്റഡ്. ഓക്കെ. അയ്യോ മോനെ, പെട്ടുട്ടാ. ഫുഡ് പൊട്ടുവോ? പിന്നെ ആള് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച്, ബാക്കിയെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല വണ്ടിക്ക്. പക്ഷെ ഇതിന്റെ ഫുഡ് പെട്ടെന്ന് പൊട്ടുന്നു. നമ്മൾ ഫുഡ് എന്തായാലും ഇത് ഇവിടെ നല്ല ഡേഞ്ചർ പോയിന്റ്, സൂയിസൈഡ് പോയിന്റ്. മോനെ പതുക്കെ. അയ്യോ വണ്ടിയുടെ ബ്രേക്കൊക്കെ കൊള്ളാം. കൺട്രോളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. സൂയിസൈഡ് പോയിന്റില് സൂയിസൈഡ് ചെയ്തെന്നുള്ള ഒരു പേര് വരും. എടാ, ഇത് വഴിക്കൂടെയാണ് നമ്മൾ വന്നത്. പതുക്കെ ബ്രേക്ക് പിടിച്ച് പോവാം നമുക്ക്. അല്ലെങ്കിൽ നമ്മള് പെടും. അല്ലെങ്കിൽ നേരെ കുത്തനെയാണ് ഇത് വഴി. കുത്തനെന്ന് പറഞ്ഞ എന്താ പറയാ, ഒട്ടുക്കത്തെ കുത്തനെ. നോക്കേ, വണ്ടി തന്നെ വലിക്കുന്നുണ്ട്. കാരണം വണ്ടി ഇപ്പൊ ഓഫ് ചെയ്തിട്ടല്ല, വണ്ടി തന്നെ വലിക്കുന്നുണ്ട്. കണ്ട തന്നെ റേസ് ആവുന്നുണ്ട്. അത് തന്നെ വലിക്കണെന്നാണ് പറയുന്നത്. ഒരറിവ് വെച്ച് പറയുന്നതാണ്. എടാ സോറിടാ, അറിയാണ്ട് പറ്റിയതാ. അവന് ജീവണ്ട്. വെരി ഗുഡ്. പോടാന്ന്. ഇത് നല്ല മൂഡിലാണ്, ദേഷ്യം പിടിപ്പിക്കല്ലേ. ഓടാ, എന്തായാലും വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തിരിച്ചു പോവാനും പറ്റി, വരാനും പറ്റി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് പോവാൻ ചെറുതായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചെടുത്തത് കണ്ട നിങ്ങള്? മോനെ, ടാലന്റ് ഫുള്ള്. അയ്യോ പതുക്കെ. അയ്യോ, വഴി തെറ്റി. നമ്മൾ ആ വഴിയാണ് പോണ്ടേ. ഈ വഴി ഇങ്ങനെ പോവാം. പതുക്കെ ബ്രേക്ക് പിടിച്ച് പോണം. അത് നിങ്ങൾ കാണുന്ന പോലെ അല്ല, ഭയങ്കര കുത്തനെയാണ്. എനിക്കത് ഫീൽ ചെയ്യാം. സാധനം ഗെയിം ആണെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യാം. എടാ മോനെ, എന്തുവാടാ? എടാ, ഇവിടെ കൊറേ അനിമൽസ് ഉണ്ട്. ഇവരൊക്കെ ഫ്രണ്ടില്. ഓടാ, ജസ്റ്റിനെ നമ്മള് രക്ഷപ്പെട്ടത്. അവിടേക്ക് നോക്കിയാ നിങ്ങള് കുത്തനെയാ. എടാ മാറ മോനെ. ആ വണ്ടി കണ്ട നിങ്ങളത്? ആരെയാണോ? സെറ്റപ്പ് വണ്ടിയില്ലേ? നമ്മുടെ വണ്ടി വേണ്ട, അവിടേക്ക് ഇടണ്ട. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാ. ഇനിയിപ്പോ
ഇപ്പൊ വണ്ടി വലിക്കുന്നില്ല, അത്ര കുത്തനെയല്ല അതിനർത്ഥം, മനസ്സിലായി? നേരത്തെ നിങ്ങള് വണ്ടി വലിക്കണ കേട്ടാ, കണ്ട ഇപ്പൊ വണ്ടി വലിക്കണില്ലേ? ആണ് വണ്ടിയുടെ സ്റ്റാറ്റിക്സ്. എന്റെ മോനെ, അത് പൊളിച്ച്. ഇപ്പൊ വണ്ടി വലിക്കും. ഇനി ഞാൻ പതുക്കെ ബ്രേക്ക് പിടിച്ച്, ഇനി വണ്ടി വലിക്കില്ല. ഞാൻ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കണം, എന്നാലും ഇതേ വണ്ടി വലിക്കും. ഇതേതാ വഴി? ഓ മൈ ഗോഡ്. എന്നാലും ഈ വഴി കയറാം. എന്തായാലും ഈ വഴി ഇങ്ങനെ പോവാം. വണ്ടിയുടെ സസ്പെൻഷൻ കണ്ടോ? ഭയങ്കര അബ്സോർബിങ് ആണ് വണ്ടിയുടെ സസ്പെൻഷൻ. നല്ല വലിക്കലാണ് വണ്ടി. വലിക്കലെന്ന് വെച്ചാൽ മറ്റേ സിഗരറ്റ് അല്ലട്ടാ, കണ്ട ഏറ്റവും വലിക്കണ കണ്ട 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 എന്ന് പറഞ്ഞ് വലിക്കണ കണ്ട, അതിനാണ് വലിക്കൽ എന്ന് പറയുന്നത്. ഇതിലും ഉണ്ടോ റേഡിയോ? മരം പിടിച്ച റേഡിയോ. ഇഷ്ടല്ല ഈ റേഡിയോ. നമുക്ക് എന്തായാലും വേറെ വഴിക്കോടെയാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. പോകുന്ന വഴി ഇത് എന്താണ് എനിക്ക് അറിയില്ല, ഏതാ വഴിയെന്ന് എനിക്കറിയത്തില്ല. ഓ നമ്മള് തിരിച്ച് മേലത്തോട്ടേ പോണ്. ഇനി എന്തിനാ മേലേക്ക് പോയിട്ട്? ഇനിയൊരു ആവശ്യമില്ല മേലേക്ക് പോകേണ്ട ആവശ്യം കഴിഞ്ഞു. ഇത് വണ്ടിയുമൊക്കെ ചെളിയായിട്ടാ, നമുക്ക് കഴുകിയിട്ടൊക്കെ കൊടുക്കാം. നമുക്ക് വണ്ടി ഒന്ന് ലോസ് ആഞ്ചൽസ് കസ്റ്റമിലൊക്കെ കൊടുത്തിട്ട് കയറ്റാം. ഈ വഴിയാണ്, ഇങ്ങനെ പോവാം. വണ്ടി നല്ല വലിക്കലുണ്ട്. ബ്രോക്കള് എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിപ്പിക്കാം. ഒക്കെ നമ്മളത് റോഡ് എത്തി. നമുക്കത് തിരിച്ചു പോവാം. ടണല് മോനെ പറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മള് ക്യാമറ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ക്യാമറ വെച്ച് പോകും. കാരണം ഇനി താഴത്ത് വല്ല ആനിമലോ അതോ കൈ പോവലോ അങ്ങനെ ഒരു ഇതില്ലല്ലേ. ഇപ്പൊ റോഡല്ലേ. മോനെ സൈക്കിളിനൊക്കെ വരുന്നു. നമുക്ക് GTA 5 നമുക്കൊരു എന്താ പറയാ, അയ്യോ GTA 5 നമുക്കൊരു പ്ലേ ലിസ്റ്റ് ആക്കിയല്ലോ ഗൈസ്. നമ്മുടെ കാർ ഫോർ സെയിൽ സിമുലേറ്ററിന്റെ പോലത്തെ ഒരു പ്ലേ ലിസ്റ്റ് താല്പര്യമുണ്ടോ ഗൈസ്? എന്നാൽ നമുക്ക് അങ്ങനെ പ്ലേ ലിസ്റ്റ് ആക്കാൻ ആണെങ്കിൽ. പക്ഷെ പാർട്ടിനൊരു എന്താ പറയാ, ഒരു ബന്ധമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പാട്ടാക്കുന്നത് പ്ലേ ലിസ്റ്റ് ആക്കാൻ പറ്റൂല. വണ്ടി നല്ല പവറാട്ടോ, നല്ല വലിപ്പം, നല്ല ഒരു ഫീല് കിട്ടും നമുക്ക്. നമ്മൾ ഏത് വഴിയോടെ പോണേന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇനി എന്തായാലും ആദ്യം വണ്ടി കൊണ്ട് ഒന്ന് ആമുനേഷനിലൊന്ന് കൊണ്ട് കയറ്റാം. പിന്നെ നമുക്ക് പോയിട്ട് നമുക്ക് വണ്ടിന്ന് കഴുകാം. അല്ലേ എടാ മോനെ, വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ച് പറപ്പിക്കാം. ഹായ് ബ്രോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓഫ് റോഡ് വഴി അയ്യോ ഹായ് ബ്രദർ. എടാ എങ്ങനെയാടാ ഈ സൈക്കിളൊക്കെ ഇതിന്റെ മേലെ കയറ്റിട്ട്? എനിക്ക് ഈ വണ്ടി തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായില്ല. ആ പറഞ്ഞ പോലെ സൈക്കിൾ ഇത്തിരി കൂടെ കൺട്രോൾ കിട്ടും. ബൈക്കും സൈക്കിളും വണ്ടി കൺട്രോളൊന്നും ഇല്ല നമുക്ക്. എനിക്ക് അറിയ പോലെയാണ് ഞാൻ ഏത് വഴിക്കോടെ എങ്ങനെയൊക്കെ പോണേന്ന്. കൺട്രോൾ വണ്ടിയുടെ എങ്ങനെ വെറുതെ വിടില്ല. അപ്പൊ അതിന്റെ നല്ല വലിക്കും. മോനെ നിങ്ങളത് കണ്ട വണ്ടിയുടെ ആ സസ്പെൻഷൻ അബ്സോർബ് ചെയ്തത്? അതെന്തറ കണ്ണ് കാണിച്ചതിന്? കണ്ണിന്റെ ഇവിടെ ഒന്നും കേൾക്കാത്തവന്മാര് വണ്ടി ഓടിക്കാൻ. അയ്യോ വണ്ടിക്ക് എന്തെങ്കിലും പെട്ടിയാറാ? എന്റെ വണ്ടി ആറാ ഒന്നും പറ്റല്ലേ. അപ്പൊ അതായത് നമ്മള് റോഡ് എത്തിയിട്ട് ഓഫ് റോഡ് വഴിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ വണ്ടി എന്തായാലും ഇനി ശരിയാക്കി നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിന്ന് ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.